ബ്യൂട്ടിഫുൾ. ഇന്ന് നമ്മളോടൊപ്പം ജീവിതകഥയുമായി ശ്രീ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി സർ. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത്. ഒരുപാട് എനിക്കിന്ന് താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുക, എൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു സ്പേസിൽ ഇന്നിപ്പോൾ സാർ കൂടെ ഇരിക്കണു, വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുന്നു, ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു ഐ എം ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളായിട്ട് പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത്. ഒരുപാട് സന്തോഷം. എല്ലാവരും ഇതുപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പറയും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ കൊച്ചൗസേഫ് എന്നുള്ളത്. താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ ഒരു ഫ്രേസിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, സാറിന്റെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് കോടിക്കണക്കിന് ആൾക്കാരെന്നല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പരിചയം ഉണ്ടാവും. അതൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും അറിയാവുന്ന ഒരാളല്ലേ. തൊട്ടതെല്ലാം പൊന്നാവണമെന്നില്ല, ചിലതൊക്കെ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചകളിൽ നിന്നും പലതും നമ്മൾ പഠിക്കും അല്ലേ സർ? പഠിക്കാതെ പറ്റില്ലല്ലോ. ചോദ്യം എന്തായിരുന്നു? താങ്കളുടെ ജീവിതം എത്രത്തോളം മനോഹരമാണ്? അല്ല, അത് ജീവിതം എന്ന് പറഞ്ഞാല് ഞാൻ പറയും അത്ര എന്താ പറയാ, ആർക്കും ഒരു എന്താണ് ബെഡ് ഓഫ് റോസസ് ആവണമെന്നില്ല ആർക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ്, അതായത് കഷ്ടപ്പെടാതെ ഒരാൾക്കും വിജയം നേടാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭാഗ്യം 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 മാത്രം ഒരാൾക്കും ഉണ്ടാവില്ല. അതിൻ്റെ പുറകിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അധ്വാനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ എൻ്റെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. പക്ഷെ അപ്പം എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺ ആണ് അല്ലേ? ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ വന്നു പോവാറുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിജയം കൈവരിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലാതെ എന്താ പറയാ, എല്ലാം ഭാഗ്യം ഭാഗ്യം നോ, അല്ലെങ്കിൽ എല്ലാം അച്ചടി കയറ്റം നോ, അങ്ങനെയല്ല. അത് നമ്മൾ ഏത് തുറയാലും ശരി, അതായത് ഇപ്പോൾ പൊളിറ്റീഷ്യനായാലും ശരി, ബിസിനസ് വേൾഡിലായാലും ശരി, അല്ലെങ്കിൽ സ്പോർട്സ് ആയാലും ശരി, അല്ലെങ്കിൽ ആർട്ടായാലും ശരി, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.